അപ്പോൾ നമ്മളിന്ന് മത്തങ്ങ കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മത്തങ്ങ ക്ലീൻ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ചെറിയ ചെറിയ പീസുകളാക്കി കുക്കറിനകത്തിടുക. ഒരു 2 വിസിൽ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് വേകും. നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടച്ച് അതിൻ്റെ മൊത്തം കട്ടകളെല്ലാം മാറ്റുക. അപ്പോൾ ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അതിനകത്ത് നമ്മൾ വേവിച്ചെടുത്ത മത്തങ്ങ എടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2ാം പാലൊഴിച്ച് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറുകി പാകമായി വരുമ്പോഴത്തേക്കിന് നമ്മൾ 1ാം പാല് ചേർക്കുക. തേങ്ങയുടെ 1ാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല കറക്റ്റ് പാകമായി വരുമ്പോഴത്തേക്കിന് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തും ഇട്ട് മധുരം ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യും.